നീ എപ്പോഴാണെങ്കിലും പോരാനേ, ഈ വീട് നിന്റെ സ്വന്തം വീട് പോലെയല്ലേ. ഈ ഹാഫ് വാങ്ങി നിർത്തിയിട്ടേ നീ ഫുള്ള് വാങ്ങിയിട്ടുണ്ട് വാ. നിങ്ങൾക്ക് തന്നെയാണോ പണി? നാട്ടുകാരെ വീട്ടിൽ വിളിച്ചിട്ട് സൽക്കാരം ഇനി ഇതോടെ നടക്കില്ല കേട്ടോ. ആ പറയടി, ഏതാ വേണ്ട? പുതിയ പാട്ട് തന്നെ ഇല്ലേ? പഴയ പാട്ട് മതിയോ? അവൻ ഇവിടെ ചങ്കലടി. അയാൾക്ക് അയാളുടെ വീട്ടിലേക്ക് വിളിച്ചൂടെ? ആ, ഞാൻ നിനക്ക് വാട്സപ്പിൽ അയച്ചു തരാം. നീ എന്നാ പാട്ട് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി. അവള് വാട്സപ്പിൽ അയക്കാന്ന് പറഞ്ഞോ? ആ, രണ്ടുപേർക്കും പഠിക്കാനൊന്നും ഇല്ലേടി, മൊബൈലിൽ പാട്ടും കേട്ടിരിക്കാണ് രാവിലെ തന്നെ. വെറുതെ അല്ലേ വീട്ടിൽ നമുക്ക് നടക്കണം. നീ ഉദ്ദേശിക്കുന്ന പോലത്തെ ആളല്ല അവൻ. അവനൊരു പാവടി. ഒന്ന് പോ. മെച്ചറുള്ളൂടാ, വേറൊന്നുമില്ല. എന്തെടുക്കായിരുന്നു നീ അവിടെ? കുറച്ച് കയറ്റി ഒഴിക്കല്ലേ, പരിപാടിയൊന്നും ഇല്ലല്ലോ. പുളിയുള്ളത് എന്തെങ്കിലും എടുത്തോണ്ടാ? പുളിയുള്ളത് നോക്ക് പോയി നോക്കട്ടെ. ഒന്നും കിട്ടിയില്ലടാ, രണ്ട് പുളി കിട്ടി. ഞാനിപ്പോൾ പഠിച്ചുതരാം. ഇല്ല, തുറക്കില്ല. നിങ്ങൾ എത്ര വിളിച്ചാലും ഞാൻ തുറക്കില്ല. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ പോയി കിടന്നോ. തുറക്കില്ല എന്ന് പറഞ്ഞാൽ തുറക്കില്ല. ബഷീറേ, സംഗതി അവൻ തന്നെയാണ്. അവ എവിടെ ഉണ്ടെങ്കിലും പിടിച്ചിട്ട് പോരെ.
ഞാൻ സ്റ്റേഷനിലുണ്ടാവും. ഓക്കെ മാഡം. കൊച്ചിനെ കൊന്ന ആ പ്രതിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ആ കൂടുതൽ ഫോഴ്സിന് വേണ്ടി വരും. ഇവിടെ കുറച്ച് ആളുകൾ കൂടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ആ ഹലോ. ആ അമ്മ ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. മക്കളെ, അമ്മ സിനിമ കണ്ടേ? ആ റിക്കവർ ചെയ്ത എല്ലാ ഡാറ്റകളും മാഡത്തിൻ്റെ മൊബൈലിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അവനെ കൊണ്ടുപോകല്ലേ പറയാം. ഒന്നും അറിയാത്തവനൊക്കെ അവന്റെ ഇരിപ്പ് കണ്ട. എന്ത് സാറേ? എന്താ ചെയ്തതെന്ന് എനിക്ക് തിരിച്ചറിയില്ലേ? നോക്കടി, വേണ്ടത് നിന്നെ കളയണം. എണീറ്റ് മാറാ ഇങ്ങോട്ട്. നിന്നെ ഒന്നും വെച്ചേക്കരുത് ഭൂമിയുടെ മുകളിൽ. എന്റെ മോളെ അവളുടെ കൂട്ടുകാരില്ല, ഞാൻ എന്തായി കാട്ടണേ? വിട് വിട് വിട്. അമ്മേ. സിരകളിൽ നുരഞ്ഞു പൊങ്ങുന്ന മദ്യലഹരിയാൽ കാമാന്തതയിൽ രക്തബന്ധങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ കാഴ്ച നഷ്ടപ്പെട്ടുപോയ പിതൃത്വത്തിൻ്റെ കലിയുഗകാലം ഇനി ഒരിക്കലും നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാതിരിക്കട്ടെ.